നമസ്കാരം. ഞാൻ ഡോക്ടർ വിമൽ എം.വി. കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് ആസ്ട്ര മിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട്. എനിക്ക് പ്രധാനമായും സംസാരിക്കാനുള്ളത് കുട്ടികളിലെ പ്രമേഹ രോഗത്തെ പറ്റിയാണ്. പണ്ട് കാലങ്ങളിൽ കുട്ടികളിൽ വരുന്ന പ്രമേഹം ടൈപ്പ് 1 ഡയബറ്റീസ് മാത്രമായിരുന്നു. അത് ഇൻസുലിൻ ഡെഫിഷ്യൻസി കാരണം, ഇൻസുലിൻ ഇല്ലാത്ത കാരണം വരുന്നൊരു പ്രമേഹമാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. പക്ഷേ പുതിയ കാലഘട്ടങ്ങളിൽ കുട്ടികളിൽ ടൈപ്പ് 2 പ്രമേഹം, അതായത് പ്രായമുള്ളവരിൽ സാധാരണ കാണുന്ന ടൈപ്പ് 2 പ്രമേഹം കുട്ടികളിലും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ടൈപ്പ് 2 പ്രമേഹം കുട്ടികളിൽ കൂടുതലായിട്ട് വരാനുള്ള കാരണം അവരുടെ ജീവിതശൈലിയിൽ വന്ന വ്യതിയാനങ്ങളാണ്. ജീവിതശൈലിയിൽ എന്തൊക്കെയാണ് വ്യതിയാനങ്ങൾ വന്നതെന്ന് വെച്ചാൽ കുട്ടികൾ കൂടുതലായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി, വ്യായാമം നന്നായി കുറഞ്ഞു കുട്ടികളിൽ. അതുപോലെ തന്നെ കുട്ടികളുടെ ഭക്ഷണ രീതിയിലും നന്നായി വ്യത്യാസം വന്നു. ഭക്ഷണ രീതിയിൽ കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കുക, കൂടുതൽ ഹൈ കാലറി ഡയറ്റ്, അതായത് നമ്മൾ കൂടുതൽ ഫാസ്റ്റ് ഫുഡ്, നമുക്കറിയാമല്ലോ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുക, മുതലായ കാരണങ്ങൾ കാരണം കുട്ടികളുടെ തടി കൂടുകയും അത് കാരണമായി പ്രമേഹ രോഗം വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടികളിപ്പോൾ കളി വളരെ കുറവാണ്, വ്യായാമം വളരെ കുറവാണ്. കൂടുതലും അവർ അനങ്ങാതിരുന്ന് പലപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് കുട്ടികൾ ചെയ്യുന്നത്. അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടു കാരണമാണ് കുട്ടികളിൽ പ്രമേഹ രോഗം വരാനുള്ള സാധ്യത കൂടിയത്. അതുപോലെ തന്നെ പാരമ്പര്യവും ഇതിന് വേറൊരു ഘടകമാണ്. അപ്പോൾ ഇത് കാരണം ഇപ്പോൾ പല കുട്ടികളും 10 വയസ്സുള്ള കുട്ടികൾ, 12 വയസ്സുള്ള കുട്ടികൾ, 15 വയസ്സുള്ള കുട്ടികൾക്ക് നമ്മുടെ OPയിൽ പല ദിവസങ്ങളിലും വരും പ്രമേഹ രോഗവുമായിട്ട്. അവരൊക്കെ നല്ല തടിച്ചിരിക്കുന്നവരായിരിക്കും, ഫിസിക്കൽ ആക്ടിവിറ്റി കുറവുള്ളവരായിരിക്കും, അവർക്ക് പ്രമേഹം വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രമേഹ രോഗം, ടൈപ്പ് 2 പ്രമേഹ രോഗം കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു അത് കാരണം ഫ്യൂച്ചറിൽ അവർക്ക്, ഭാവിയിൽ അവർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാം. കിഡ്നിയെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാം. പ്രമേഹ രോഗം വന്നതിന് നമുക്കറിയാമല്ലോ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രമേഹ രോഗം പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭക്ഷണ രീതിയിലെ വ്യത്യാസങ്ങൾ, അതായത് ഭക്ഷണ രീതിയിൽ നല്ല കൂടുതൽ ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റ്, നമ്മൾ കൂടുതൽ വെജിറ്റബിൾ പ്രോട്ടീൻസ്, പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും ഫ്രൂട്ട്സ് അങ്ങനെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും ബേക്കറി ഐറ്റംസും ഒക്കെ മാക്സിമം കുറക്കുക. പഞ്ചസാരയുടെ ഉപയോഗം മാക്സിമം കൺട്രോൾ ചെയ്യുക. ബേക്കറി ഐറ്റംസെല്ലാം മാക്സിമം കുറയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഇത് ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുക എന്നുള്ളതാണ്. അവരുടെ വ്യായാമം കൂടുക, കുട്ടികൾ നന്നായി കളിക്കട്ടെ. സ്ഥിരം മൊബൈൽ അഡിക്ഷനും കമ്പ്യൂട്ടർ മുമ്പിലിരുത്തൊക്കെ മാക്സിമം കുറച്ചിട്ട് കുട്ടികൾ കൂടുതൽ വ്യായാമം ചെയ്യുന്ന രീതിയിലേക്ക് അവരെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുട്ടികളിലെ ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് വരുന്നതും അവരുടെ പൊണ്ണത്തടിയും അതേപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് പരമാവധി കൺട്രോൾ ചെയ്ത് ഭാവിയിൽ അവരുടെ കോംപ്ലിക്കേഷൻസ് മാക്സിമം നന്നായി കുറക്കാൻ നമുക്ക് പറ്റുന്നതാണ്. കുട്ടികളിലെ പ്രമേഹ രോഗം നമുക്ക് ഭാവിയിലേക്ക് തടയാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതശൈലി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്.